എടോ, കഴിഞ്ഞ വർഷം തൻ്റെ സസ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ വാർഷികത്തിന് ആളില്ല. അതല്ലേ പ്രശ്നം തന്നെ. തനിക്ക് ഇപ്രാവശ്യം ധാരാളം ആൾക്കാർ, മണ്ഡപം നിറഞ്ഞിരിക്കുന്ന ആൾക്കാർ വേണം അല്ലേ? ഒരു കാര്യം ചെയ്യും, താൻ ഒരു കാര്യം ചെയ്യണം. സസ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് ഇപ്പോഴുള്ള ഏറ്റവും വലിയ സാഹിത്യകാരനുള്ള അവാർഡ് 1,01,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും എന്ന് പറഞ്ഞ ഒരു അനൗൺസ്മെന്റ് കൊടുക്കണം. ഒരു വലിയ സാഹിത്യകാരന് അത് കൊടുക്കണം. പണമോ? എടോ എൻ്റെ പൊന്നു ചങ്ങാതി, താൻ പണമൊന്നും കണക്കാക്കേണ്ട, ഒരു കവർ കൊടുത്താൽ മതി. പിന്നെ ഒരു ഫലകവും ഒരു പൊന്നാടിയും ഒക്കെ താൻ കരുതിയാൽ മതി. അത് തന്നെ സ്പോൺസറെ കിട്ടൂടെ. ഇതൊന്നും വേണ്ട. അവരെന്ത് ചെയ്യും? അവർക്ക് ധാരാളം വലിയ സാഹിത്യകാരന്മാർക്ക് ധാരാളം പത്രക്കാരും മാധ്യമപ്രവർത്തകരുമായി ബന്ധമുണ്ട്. അവരങ്ങോട്ട് കൊടുക്കും. ഇത് കേരളത്തിലെ മാധ്യമങ്ങളിട്ട് അലക്കും. തൻ്റെ ട്രസ്റ്റ് എവിടെ എത്തും? പിന്നെ ആള് കുറവ്, ആള് കൂട്ടാൻ വഴി പറഞ്ഞുതരാം. ഒരു 100 കുട്ടികൾക്ക് 2 ബുക്ക് വെച്ചൊക്കെ കൊടുക്കണം. എത്ര മണിക്കൂർ വേണമെങ്കിലും സൗജന്യം കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ കുട്ടികളും അമ്മമാരും അച്ഛന്മാരും എല്ലാം കൂടി വന്ന് കുത്തിയിരിക്കും. പിന്നെ ആർക്കെങ്കിലും ഒരു 50 പേർക്ക് ഒരു ആദരവ് കൂടി അങ്ങ് കൊടുക്കണം. അവനും അവൻ്റെ കുടുംബവും വന്നിരിക്കും. എൻ്റെ ഭഗവാനെ, ആള് കൊണ്ട് നിറഞ്ഞ അവിടെ ഒരു രക്ഷയും കാണില്ല. ഗംഭീര പ്രകടനമായിരിക്കും. 50,000 1,00,000 രൂപ ഒരു പ്രോഗ്രാമിന് വാങ്ങിക്കുന്ന സാഹിത്യകാരൻ 1 രൂപ വാങ്ങിക്കാതെ തൻ്റെ പരിപാടിയിൽ പങ്കെടുക്കും. ജനക്കൂട്ടമായിരിക്കും. പിന്നെ സ്പോൺസർമാർ. അവസാനം കുറേ പൈസ ചിക്കിൽ പോക്കറ്റിൽ വെച്ച് വിലസി നടക്കാം. എന്തെങ്കിലും ആവശ്യത്തിന് ഉപദേശം തരണമെങ്കിൽ ഈ ശിവരാമ മാസ്റ്റർ തന്നെ വേണം. അത് ഓർമ്മിച്ചാൽ നന്ന്.